ശക്തമായ മഴയിൽ സ്കൂൾ മതിൽ തകർന്നു വീണ ഒരു വാർത്തയിലേക്കാണ്. ഒക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ മതിലിന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ തകർന്നത്. ഇന്ന് അവധി ദിവസമാണ്, അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ ദുരന്തമാണ് ഒഴിവായത്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ചെറിയ എൽ പി സ്കൂൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. ഇന്ന് അവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ. ആര്യ, തീർച്ചയായും ഇന്നിപ്പോൾ അവധി ദിവസമായതിനാൽ തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായത്. ഒക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പുറകുവശത്തെ മതിലാണ് ഇടിഞ്ഞു വീണത്. ഈ എൽ പി സ്കൂളിനെ സംബന്ധിച്ച് എൽ പി സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല, ഇതിന് സമീപത്തുള്ള മറ്റ് ഒരു എയ്ഡഡ് സ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ അടക്കമുള്ള വലിയ തോതിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളും ഇതിനോട് ചേർന്ന് തന്നെയുണ്ട്. അവിടേക്ക് കുട്ടികൾ പോകുന്ന ആ ഒരു വഴിയിലേക്കാണ് ഇന്നിപ്പോൾ ആ ഒരു മതിൽ ഇടിഞ്ഞു വീണത്. ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരുന്ന മതിലാണ്, കാലപ്പഴക്കമുണ്ട്. ഏറെ നാളായി അവിടുത്തെ ആളുകൾ ഇത്തരത്തിലൊരു കാലപ്പഴക്കത്തിന്റെ കാര്യം പറഞ്ഞത് മാറ്റി സ്ഥാപിക്കണം, അല്ലെങ്കിൽ അത് പുതുക്കി പണിയണം എന്നുള്ള ആവശ്യം അവർ പഞ്ചായത്തിനോടും അതുപോലെ തന്നെ ആ സ്കൂൾ അധികൃതരോടും മറ്റുമായി നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ അത് കേട്ടിരുന്നില്ല അവരാരും. ഇപ്പോൾ സമീപ ദിവസങ്ങളായി, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഈ ഭാഗത്തെല്ലാം നല്ല തോതിൽ മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴവെള്ളം ഇറങ്ങി ആ ചെങ്കല്ലായത് നമുക്കറിയാം, മഴവെള്ളം ഇറങ്ങുമ്പോൾ അതിന് കുതിരും, അങ്ങനെ കുതിർന്ന് ആ ഒരു മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതിനാൽ തന്നെ ആ ഒരു ദുരന്തം ഒഴിവായി എന്ന് വേണം പറയാനായിട്ട്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ആ ഭാഗത്ത് കുറച്ചുകൂടി ഇത്തരത്തിലുള്ള ഒരു മതിലുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ ഇനിയും അത് ഇടിഞ്ഞു വീണ് മറ്റൊരു ദുരന്തം ആവരുത് എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർ അവരെ ഒരു ചെറിയ പ്രതിഷേധം പോലെ ഒരു പരാതിയായി ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. അതും എത്രയും വേഗം മാറ്റി സ്ഥാപിക്കണം, അല്ലെങ്കിൽ അത് മാറ്റി പുതുക്കി പണിയണം എന്നുള്ളൊരു ആവശ്യം നാട്ടുകാർക്കുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ ദുരന്തം സംഭവിച്ചപ്പോൾ, അല്ലെങ്കിൽ മതിൽ ഇടിഞ്ഞു വീണപ്പോൾ മറ്റ് ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ് ഇന്നിപ്പോൾ ആശ്വാസമായി പറയാനുള്ളത്. തീർച്ചയായും കനത്ത മഴയാണ്, അവധി ദിവസമായതാണ് വലിയൊരു അപകടം ഒഴിവാകാൻ കാരണം.